പ്രിയ സുഹൃത്തുക്കളെ, മഹാത്മാഗാന്ധിയുടെ മരണദിനം രക്തസാക്ഷിത്വം എന്നൊക്കെ പറയും. പക്ഷെ ഗാന്ധി സമാധിയായി എന്നാരും പറയാറില്ല. അത് ഇവിടുത്തെ സോ കോൾഡ് റിലീജിയസിനുള്ള. എന്നാൽ മഹാത്മാഗാന്ധി ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളും ചിന്തകളും ഹൈന്ദവവൽക്കരണത്തിൽ നിന്നല്ല. ഇത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. മഹാത്മാഗാന്ധിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ബുദ്ധൻ്റെ തത്വങ്ങളാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അഹിംസ ഹിന്ദുയിസത്തിലില്ല. അല്ലെങ്കിൽ കൗരവരും പാണ്ഡവരും നമ്മൾ യുദ്ധം ഉണ്ടാവത്തില്ലല്ലോ. ഏകപത്നീവ്രതം ഹൈന്ദവത്തിലില്ല, ഹിന്ദുയിസത്തിലില്ല. എങ്കിൽ പിന്നെ പാഞ്ചാലി ഉണ്ടാവത്തില്ലല്ലോ. അപ്പം അതൊന്നും അങ്ങനെയല്ല. പക്ഷേ ഗാന്ധി ഏകപത്നീവ്രതം പാലിച്ചാളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചാൽ മതി. പുള്ളിക്കാരന് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അത് നിൽക്കട്ടെ. എന്നിട്ട് ഹൈന്ദവ തത്വത്തിൽ നിന്നാണ് ഈ ഗാന്ധി എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, പൂർണ്ണമായ തെറ്റാണ്. അത് മരിക്കാനും കാരണം അദ്ദേഹം മരിക്കാനും കാരണം ഇത് തന്നെയാണ്. കാരണം ഹൈന്ദവ തത്വത്തിൽ രാമനും രാവണനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് ഒരു പെൺകുട്ടിയുടെ പേരില, സീതാദേവിയുടെ പേരില. സീതാദേവിയുടെ പേരിൽ യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ യഹോവ പണ്ട് പറഞ്ഞതുപോലെ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന നിയമമായിരുന്നു ഈ ഹൈന്ദവ തത്വത്തിലുള്ളത്. ഈ ഹൈന്ദവ തത്വത്തെ കൊണ്ടുവന്നിട്ട് മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? അത് സാഹോദര്യം കൊണ്ടുവന്നു, അഹിംസ കൊണ്ടുവന്നു. ഒരായുധവുമില്ലാതെ നിരായുധനായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് കളയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് ഗാന്ധി. ഈ ഗാന്ധിയെ നോട്ടിൽ നിന്നൊക്കെ മാറ്റും എന്നൊക്കെ പറയുന്നു. എങ്കിൽ അത് നല്ല അപജയമായിരിക്കും. എനിക്ക് സ്വരമില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഒരു കാര്യം നന്മയോടെ പറയുകയാണ്. ഗാന്ധി ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിമല്ല. അദ്ദേഹം ചില നന്മകൾക്ക് വേണ്ടി നിലനിന്ന വ്യക്തിയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ഗാന്ധിയുടെ പുസ്തകം കീറിയാലോ, നോട്ടിൽ നിന്ന് ഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയാലോ, ഫോട്ടോ എടുത്ത് മാറ്റിയാലോ ഗാന്ധി ജീവിക്കും. നന്മയുടെ നല്ല ദിവസം. യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രതിമകൾ ഉള്ളത് ഗാന്ധിക്കാണ്. ഒന്നോർത്തോളൂ. ജോൺസൺ കരൂർ.